അന്വേഷണത്തെക്കുറിച്ച് എന്തെങ്കിലും ഞാനിപ്പോൾ പറയാൻ ആളല്ല. കാരണം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇത് സംബന്ധിച്ച് വളരെ വ്യക്തവും ശക്തവുമായ നിലപാടുകൾ സ്വീകരിച്ച് കൃത്യമായി ദേവസ്വം വിജിലൻസ് SP ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഗൗരവത്തോടുകൂടി അത് അന്വേഷിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ, ഒപ്പം അതിന് മേൽനോട്ടം വഹിക്കാൻ ഒരു ജഡ്ജിയെ കൂടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അത്രത്തോളം ഗൗരവത്തോടുകൂടിയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടതും അതിൽ നിലപാട് സ്വീകരിച്ചതും കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ അന്വേഷണ റിപ്പോർട്ട് വരുന്ന കാര്യങ്ങൾ കോടതി പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഭാവി കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ദേവസ്വം ബോർഡ് അതിനിടയ്ക്ക് കോടതിയിൽ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സമഗ്രമായ അന്വേഷണം തന്നെ ഈ കാര്യത്തിൽ വേണം എന്നുള്ള കാര്യം. കോടതി എടുത്തൊരു കേസെന്ന രൂപത്തിൽ സ്വാഭാവികമായിട്ട് കോടതിയുടെ അനുമതി കൂടാതെ മറ്റൊരു രൂപത്തിലേക്ക് നമുക്ക് നീങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് കോടതിയുടെ ഈ കാര്യത്തിലുള്ള റിപ്പോർട്ട് കിട്ടിയതിന് ശേഷമുള്ള നടപടികൾ വരട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ അറിയാം. നമ്മളും ചോദിക്കുന്നത് ഇത് തന്നെയാണ്. അതിന്റെ പിന്നിൽ ആരൊക്കെയാണെന്ന് തെളിയിട്ട് പുറത്തോട്ട് വരട്ടെ. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ അവതാരം എങ്ങനെയാണ് ഈ കാര്യങ്ങളിലേക്ക് വന്നത്? അതുകൊണ്ട് തന്നെയാണ് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞത്. ഇത് അയാളെ കൊണ്ടുവന്നതിനെ സംബന്ധിച്ചും കൊണ്ടുപോയ സ്ഥലങ്ങളെക്കുറിച്ചും ഒക്കെ പരിശോധിക്കട്ടെ. അത് പരിശോധിച്ച് റിപ്പോർട്ട് വരാതെ അതിന്മേൽ എന്തെങ്കിലും കയറിയിട്ട് ഞാനിപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങളെന്ന് പറയുന്നത് തെറ്റായ സമീപനമാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി ഇക്കാര്യത്തിൽ നമുക്ക് പൂർണ്ണ വിശ്വാസമാണ്. കോടതി നല്ല രൂപത്തിൽ അതിന് ഇടപെടുന്നുണ്ട്. വ്യക്തമായ നിർദ്ദേശമാണ്, ശക്തമായ നിലപാടാണ് കോടതിയുടേത്. അത് സംബന്ധിച്ച് ഇപ്പോൾ ഏത് തരത്തിൽ കോടതി പുതിയ നിർദ്ദേശങ്ങൾ വെച്ചാലും അത് സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട്. അല്ല, അത് ഉണ്ടോന്നുള്ളതും പരിശോധിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ആരുടെയെങ്കിലും കുറ്റക്കാരനാണെന്ന് വരാതെ ഞാൻ കയറി അവർ കുറ്റക്കാരായിരുന്നു ഞാൻ പറഞ്ഞത് ശരിയാണ്. അതുകൊണ്ട് ഈ വിഷയത്തെ സംബന്ധിച്ചോളം പരിശോധനാ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ അവർ ഇത്ര ദിവസവും കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വരട്ടെ. വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ പ്രതികരിക്കാം. അങ്ങനെ മുന്നോട്ട് പോകുന്നതാണ് ശരി. അല്ല, അതൊക്കെ ഇപ്പോഴത്തെ കാര്യങ്ങൾ 1999 മുതലുള്ള പരിശോധിക്കാനാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അന്ന് ഈ കാര്യങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളതെല്ലാം നമ്മൾ പുറകോട്ട് അല്ല ഇപ്പോഴിപ്പോൾ 2019 കൊടുക്കുമ്പോഴായിരുന്നാലും ഇതെല്ലാം എവിടെയെങ്കിലും ഫൗൾ പ്ലേ ഉണ്ടോയെന്ന് കണ്ടെത്താൻ വേണ്ടിയാണ് അന്വേഷണം. അല്ല പിന്നെ അന്വേഷണം പ്രഖ്യാപിക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് കോടതി വ്യക്തമായി തന്നെ കൃത്യമായി ദേവസ്വം ബോർഡിന്റെ വിജിലൻസിനോട് സമയബന്ധിതമായി ഈ കാര്യത്തിൽ ഇടപെട്ട് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇല്ല, ഈ വിഷയത്തിലൊരു വിമർശനവും ദേവസ്വം ബോർഡ് പ്രസിഡന്റില്ല. അത് തെറ്റായ ധാരണയാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അതിനെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. നിശ്ചയമായും ഈ കാര്യത്തിൽ കോടതി നിർദ്ദേശിച്ചനുസരിച്ച് ബാക്കി കാര്യങ്ങളെ മുന്നോട്ട് പോകുന്ന അദ്ദേഹം പറഞ്ഞതായി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഗവൺമെന്റ് നിലപാട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇല്ല, ആര് കൊണ്ടുപോയാലും അവരെ പിടികൂടുക എന്നുള്ളതാണ് ഈ കാര്യത്തെ സംബന്ധിച്ചുള്ള നമ്മുടെ നിലപാട്. ഏതായിരുന്നാലും ഇപ്പോൾ ഉണ്ടായ സംഗതിയല്ല, 2019 ഒരു സംഭവമാണ്. ഇപ്പോൾ ഇതിന്റെ പുറകോട്ടുള്ള പരിശോധനയ്ക്കൂടെ ഇടയായി വന്നിട്ടുള്ളത്. പരിശോധിച്ച് വരട്ടെ. റിപ്പോർട്ട് വരുമ്പോൾ ആ റിപ്പോർട്ട് വരുന്നോളം വരെ നിങ്ങളൊന്ന് കാത്തു നിൽക്കുക. നമുക്കെല്ലാം കാത്തു നിൽക്കുക. അന്വേഷണം ഏതായാലും നടന്നില്ലെങ്കിലല്ലേ പ്രശ്നമുള്ളൂ. ഇപ്പോൾ സമഗ്രമായ അന്വേഷണമാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇല്ല, മാനദണ്ഡം കൃത്യമായി ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സുകൾ പരിശോധിച്ച് നിങ്ങൾ പോയി അപേക്ഷ കൊടുത്താൽ കിട്ടും. വിവരാവകാശം വെച്ച് കൊടുത്താൽ മതി. അവർ കൃത്യമായി ഈ കാര്യത്തെ സംബന്ധിച്ചോളം തീരുമാനമെടുത്തത് കൃത്യമായി അതിന്റെ മാനുവൽ പ്രകാരമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് പരിശോധിച്ച് കോടതി മുമ്പാകെ വരട്ടെ. വന്നു കഴിഞ്ഞിട്ട് കാര്യം കൊടുക്കാം. അതെന്താണ് അവർ പരിശോധിക്കുകയില്ല. പരിശോധിച്ചതിന്റെ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നു ഞാനെങ്ങനെ കയറി പറയുക. ഇപ്പോഴത്തെ കാര്യങ്ങളാണെങ്കിൽ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പറയാം.